സുഹൈലാണേ. നമ്മൾ ഉണ്ടാക്കാൻ വേണ്ട 3 kg ബ്രോയിലർ നമ്മൾ പച്ച മസാലയിൽ ഗ്യാസുമ്മ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ. ഗ്യാസുമ്മൽ ഗൾഫിലൊക്കെ ഉള്ള കുറേ ആളുകൾ നമുക്ക് വീഡിയോ അയക്കണോണ്ട് അവർക്കുള്ള എന്താ പറയുക, അവർക്കുള്ള ബിരിയാണി നമ്മളിന്ന് വെക്കുന്നുണ്ട് കേട്ടോ. 3 kg നമുക്ക് അവർക്കുള്ള ബിരിയാണി വെക്കുന്നുണ്ട്. ഇതിൻ്റെ എളാപ്പെന്ന് ഗൾഫിൽ നിന്ന് നിൽക്കുന്നത്, എൻ്റെ എളാപ്പ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കുകയാണ് എങ്ങനെ ഒരു ബിരിയാണി കഴിച്ചാൽ പോകുന്നത്. അപ്പോൾ ഇത് 2 രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കണേ. ഇത് ഗൾഫേർക്ക് നമ്മൾ കുറേ വീഡിയോ കാണുക, ഗൾഫേർക്ക് പ്രവാസികൾക്ക് ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ. സിമ്പിളായിട്ട് ഗ്യാസുമ്മ നിങ്ങൾക്ക് അവിടെ ഇതേ ദമ്മിൽ പച്ച മസാല വെക്കാട്ടോ. ഓക്കെ, നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. 3 കിലോ ബ്രോയിലറാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ 3 കിലോന് ബ്രോയിലറിന് 1 കിലോന് 300 ആണെങ്കിൽ 900 ഗ്രാം ഉള്ളിട്ടാ. 900 ഉള്ളി, 600 തക്കാളി, വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 സ്പൂണ്, ഇഞ്ചി പേസ്റ്റ്, ചപ്പ് ഒരു 50 ചപ്പ്, പുതിന 40 ഗ്രാം പുതിന, ബിരിയാണി മസാല നമ്മളൊരു പൊടിക്കിടാണ് ഒരു 30 ഗ്രാം ബിരിയാണി മസാല, അത് ഞാൻ കൈയളവിനായിട്ടുണ്ട്. കല്ലുപ്പ്, പച്ചമുളക് ആവശ്യത്തിനിട്ട് എരിക്കനുസരിച്ച് പച്ചമുളക് ഇട്ടോട്ടാ. അത് എത്രയെന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. തൈര് ഒരു 400 ഗ്രാം തൈര്, മഞ്ഞപ്പൊടി ആവശ്യത്തിന് കളറൊക്കെ ആവശ്യത്തിനിട്ടാ. കുറച്ച് മുളമ്പൊടി മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണടാ. കോയ മിക്സ് ആക്കും. ഒന്ന് മിക്സ് ലാസ്റ്റ് കുറച്ച് ഒരു 200 മില്ലി സൺഫ്ലവർ ഓയിൽ ആയിക്കട്ടെ. എന്നിട്ട് ഒന്നും പാടെ മിക്സ് ആക്കാം. എല്ലാതും മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ടുകൊണ്ട് ചിക്കനും പാടെ മിക്സ് ആക്കി എടുക്കട്ടെ. എന്നിട്ട് 1 മണിക്കൂറിനടുത്ത് മക്കളെ നിങ്ങൾ റെസ്റ്റിന് വെച്ചോളട്ടെ. അത് മിക്സ് ആക്കിയാണെങ്കിൽ വെച്ചോളി. ഇങ്ങനെ മസാല തേച്ചതിന് ശേഷം 1 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റിന് നോട്ടെ. നല്ല മസാല പിടിക്കാനുള്ളട്ടാ. ഇത് ജസ്റ്റ് ഒന്ന് ഗ്യാസുമ്മ ചൂടാക്കുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. അങ്ങനെ നോട്ടെ. നമ്മളൊരു മണിക്കൂറിന് മേലായിട്ടാണ് വേറെ പരിപാടി ഉണ്ടായിന്. അപ്പോൾ ഇത് ഇതാ ഗ്യാസുമ്മ വെച്ച് നമ്മൾ കത്തിക്കട്ടാ. അപ്പം നല്ല മസാല പിടിച്ചിക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണ്ട, അല്ലെങ്കിൽ അടി സ്ലോയിൽ വെക്കണ്ട. അതൊക്കെ സ്ലോയിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ അടി പിടിച്ചും. വെള്ളം വേണം ഇതിൽ. അപ്പോൾ അതിനനുസരിച്ച് സ്ലോയിൽ കത്തിച്ചാൽ മതി. അങ്ങനെ മസാലയൊക്കെ ഇവിടെ ഏകദേശം സെറ്റ് ആയിക്കണ്ട. ഒരു ഹാഫ് വേവ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഗ്യാസ് ഓഫ് ആക്കട്ടാ. അപ്പോൾ നമ്മൾ അരി വറ്റിച്ചാലുള്ള പരിപാടി ഇട്ടാ. ഒരു സൈഡിൽ നമ്മൾ ചിക്കൻ വെച്ചിരിക്കണ്, ഒരു സൈഡിൽ നമ്മൾ അരി വറ്റിക്കാനുള്ള പരിപാടി ഇട്ടാ. നമ്മൾ അരി 3 കിലോ ഇട്ടാ. അപ്പോൾ ഈ പാട്ടക്ക് എത്ര പാട്ടുണ്ട്? 2 പാട്ടുണ്ട്. അപ്പോൾ 3 ജഗ് വെള്ളം എടുക്കാം. 3 പാട്ട് വെള്ളം ഒഴിച്ചാൽ പട്ട, പൂവ്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി പേസ്റ്റ്, കുറച്ച് പച്ചമുളക്, ഏലക്കായ ഇല്ല കേട്ടോ പതിക്ക്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കല്ലുപ്പുഴ കേട്ടോ പാകത്തിന്, 200 സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ, ഒരു 2 ടീസ്പൂൺ RKG. കൈക്ക് വൃത്തിയാക്കിയ അരി ഇട്ടുകൊടുക്കട്ടോ. അങ്ങനെ വറ്റിട്ടാ. നെയ്ച്ചോറുള്ള വെള്ളം പറ്റിയല്ല, റൈസായി. റൈസ് ഇത് ഈ കുത്തിയിടാണ് കേട്ടോ നമുക്ക്. ഇത് ഏകദേശം ഒരു 85-90% വേവിക്കുന്നത്. ബാക്കി ഒരു ഗ്യാസുമ്മൽ നമ്മൾ ഇതാക്കിയാണ്ടേ അടിക്കാളെ കേട്ടോ. ചിക്കനിൽ ഇത്ര നീരുണ്ടാവും കേട്ടോ. നമ്മൾ പൊട്ടിക്കുമ്പോൾ ആ നീരൊക്കെ വറ്റിക്കണം കേട്ടോ. ഇത്ര നീരുണ്ടാവും, നീരൊക്കെ ഫുള്ള് വറ്റിക്കണം. നമ്മൾ ചോറ് കുത്തിയിടാട്ടാ. ചോറ് കുത്തിയിടാണ്. മേലത്തെ ചോറ് അടിക്ക് പോയിക്കോട്ടെ കേട്ടോ. ചെമ്പിൻ്റെ ഏറ്റവും മേലുള്ള ചോറ് അടിക്ക് പോകണം. ദമ്മാക്കിട്ടാ. ചെമ്പ് ദമ്മാക്കി, നമ്മൾ ദമ്മാക്കി മൂടി തടുപ്പ് കത്തിക്കുക. മൂടിയേക്കടാ. ഒരു മൂടി എടുക്കുക. ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റ് ചെറിയ ഫ്ലെയിം ഇടുക. പിന്നെ നമുക്ക് ഓഫാക്കട്ടോ. മൂടില്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഇങ്ങനെ വെക്കരുത്. വെള്ളം പെട്ടെന്ന് അടി പിടിക്കും, എല്ലാം പാടെ കരിഞ്ഞു പോട്ടാ.
ഒരു 10 മിനിറ്റ് ഈ ചെറിയ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞാൽ ഓഫ് ആയിക്കാണ്ട് പിന്നെ മേലെ കുറച്ച് കണലിട കേട്ടോ. നമ്മൾ ഓഫാക്കി കേട്ടോ, കണൽ ഓഫാക്കി. ചാർക്കോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് മേലെ കണലിട്ടാണ്. അപ്പോൾ ഒന്നും പാടെ ഈർപ്പം പഞ്ഞിക്കാണ്ട് ചോറൊന്നും പാടെ നല്ല ടൈറ്റായി സോഫ്റ്റ് ആയിക്കോട്ടാ. കണലിടട്ടോ, മേലെ കണലിടാണ്. നമ്മളിവിടെ ചറ്റ ഇട്ടോ, അതുകൊണ്ട് നമ്മൾ ചറ്റ ഉണ്ട് കേട്ടോ. കണലിട്ടാൽ മേലെ കണലിട്ട ഒന്ന് നന്നാവും. 1 മണിക്കൂർ ഈ കിടത്തം കിടക്കാൻ കേട്ടോ. ഇനി നമുക്ക് പൊട്ടിച്ച് നോക്കട്ടാ. പൂർണ്ണ ശേഷം നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ നിൽക്കുകയാണ്. 1 മണിക്കൂറായിട്ടാണ് ദമ്മിട്ടിട്ട് നമ്മളിതേ മാഷാ മാഷാ. ഓ നല്ല സ്മെല്ല് ഇല്ലടാ, പോയേ നല്ല സ്മെല്ലിട്ടാ. ഇതാ മക്കളെ നമ്മുടെ ബിരിയാണി. ചെറിയ നീരിട്ടിട്ട ഗ്യാസ്മേലായതുകൊണ്ടാണ്. നോക്കാം എന്തെങ്കിലും നോക്കാം. എന്തെങ്കിലും ഉഷാറായി കേട്ടോ. അപ്പോൾ ഗ്യാസ്മ അങ്ങനെ തമ്മിട്ടാൻ പറ്റാം. നല്ല സ്മൂത്തായിട്ട് നല്ല സ്മെല്ലിൽ പോയാ. ഓ എന്തോ സ്മെല്ലറിയാം. അപ്പോൾ മക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിരിയാണി വെക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിട്ടോ, ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഓരോരോ അരി വിട്ട് കണ്ടിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.